നമസ്കാരം, ഞാൻ സാജുവാണ് ഗ്രോമാക്കിൽ റിന്യൂവബിൾ എനർജി എന്നാണ്. ജനങ്ങളെല്ലാം വളരെ കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ KCBയുടെ നിയമങ്ങളൊക്കെ വരുന്നു. അപ്പോൾ സോളാറിൽ വയ്ക്കുന്ന സോളാർ ഉപയോഗിച്ചാൽ ലാഭം ഉണ്ടാവില്ല എന്നുള്ള ഒരു കൺഫ്യൂഷൻസൊക്കെ വന്നിട്ടുണ്ട്. അതിന് കാരണം വേറെ ഒന്നുമല്ല. KCB പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നിലവിലെ നമ്മളുടെ സിസ്റ്റമായിട്ടുള്ള ഓൺ ഗ്രിഡിൽ നിന്ന് മാറി ഹൈബ്രിഡ് സിസ്റ്റങ്ങൾ നമ്മളോട് ഇൻസ്റ്റാൾ ചെയ്യാനാണ് KCB നമ്മൾ നിർദ്ദേശിച്ചിട്ടുള്ളത്. 3 കിലോവാട്ടിന് മേലെയുള്ള പ്ലാന്റുകളെല്ലാം നിർബന്ധമായിട്ടും സോളാർ ബാറ്ററികൾ വെച്ചിട്ടുള്ള സിസ്റ്റം വെക്കണം എന്നാണ് അവർ നമ്മളോടുള്ള നിർദ്ദേശം വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ നമുക്ക് ലാഭകരമാക്കാം? അപ്പോൾ അത് ലാഭകരമാണോ? അത് വളരെ നമുക്കൊരു നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണ്. കാരണം അതിൻ്റെ കോസ്റ്റ് നമ്മൾ സാധാരണ ഓൺ ഗ്രിഡ് ചെയ്യുന്നതിനെ അപേക്ഷിച്ചിട്ട് വ്യത്യാസമുണ്ട്, കൂടുതലാണ്. കാരണം ബാറ്ററി എന്നൊരു മീഡിയം അതിൽ വന്നത് കാരണം അതിൻ്റെ കോസ്റ്റും കൂടിയും നമ്മൾ അതിൽ ആഡ് ഓൺ ആണ്. അപ്പോൾ ഹൈബ്രിഡ് ചെയ്യുമ്പോൾ എന്താണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? അങ്ങനത്തെ സോളാർ സിസ്റ്റങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്? അത് ഏത് തരത്തിലാണ് പ്ലാന്റുകൾ നമ്മൾക്ക് വേണ്ടത്, ഏത് തരത്തിലുള്ള പ്ലാന്റുകളാണ് നമുക്ക് പ്ലാൻ ചെയ്യേണ്ടത് എന്നെല്ലാം നമുക്ക് കൺഫ്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കൂടുതൽ അറിയുന്നതിനും അതിന് പിന്നിലൊരു ഫ്രീ കൺസൾട്ടൻസിന് വേണ്ടിയിട്ടും നമ്മളെ വിളിക്കാം. നമ്മളതിൽ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ നമ്മളെ കൺസൾട്ടിങ് നമ്പർ വിളിക്കാം. നമ്മൾ നിങ്ങൾക്ക് നല്ലൊരു കൺസൾട്ടേഷൻ തരുന്നതാണ്. എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. താങ്ക് യു.